അസ്സലാമലൈക്കും. എ ടു സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാധാനം, സന്തോഷം, ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, കുറേ പേര് ചോദിക്കാറുണ്ട്, ഈ പാകിസ്ഥാനി ചുരിദാറിന്റെ ബിറ്റ് വന്നാൽ എങ്ങനെ കട്ട് ചെയ്യണം മിസ്, അതിന് കുറേ അറിയാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യാം കേട്ടോ, ഇങ്ങനെ യോജിച്ച് വരുമ്പോ എങ്ങനെ ചെയ്യാന്നുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിക്കാം കേട്ടോ. കട്ടിങ് ആണ് കാണിക്കണത്. അപ്പൊ ഈ കത്രികന്റെ പാടുള്ള സ്ഥലതാ ഇവിടെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഈ കത്രികന്റെ പാടുള്ള സ്ഥലത്ത് ആദ്യം കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? അങ്ങനെ രണ്ടാക്കട്ടോ. ഇതിന്റെ കാറ്റലോഗ് ഉണ്ടാവുമല്ലോ, കാറ്റലോഗ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതാണ് ഇതിന്റെ ബോഡി പാർട്ട്. കണ്ടോ? ഈ ഒരു വൺ സൈഡ് വരുന്നതാണ് ബോഡി പാർട്ട്. ഇത് കൈയാണ് കേട്ടോ, ഇത് കൈയാണ്. അപ്പൊ ഞാൻ ഈ വൺ സൈഡ് വരുന്ന ഭാഗം ഇങ്ങനെ മടക്കി ഉണ്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ താഴ്ഭാഗം, ഇതും മുകൾ ഭാഗം ഇതുമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇതൊരു ചേച്ചി ഫാൻ ഓഫ് ആക്കി. ഈ ക്ലോത്ത് വൺ സൈഡ് ആണ്. വൺ സൈഡിലാണ് നമ്മൾ ബോഡി പാർട്ടും, ഒരു സൈഡിൽ നമ്മൾ കൈയാണ് വരുന്നത്. കണ്ടോ? അപ്പൊ നമ്മളെ കസ്റ്റമർക്ക് എത്രയാണോ നമ്മളെ ഡ്രസ്സിന്റെ താഴ്ഭാഗത്തെ ലൂസ്, ആ ലൂസ് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് വേണം ഈ പീസിനെ കട്ട് ചെയ്തെടുക്കാൻ. വെറുതെ കയറി വെട്ടരുത്. അപ്പോൾ ചിലപ്പോൾ തടി കൂടുതലുള്ള ആൾക്കാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇവിടെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുക, ഇവരെ ഹിപ്പ് ലൂസ് താഴ്ഭാഗത്ത് ഇതാണ് ഇതിന്റെ താഴ്വശം. ഉണ്ടോ? ചുരിദാറിന്റെ ബോട്ടം വശം ഇവിടെയാണ്. ഇവിടുത്തെ ലൂസാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് 14 അപ്പൊ ഇത് 15 ഉണ്ട്. ഇതൊരു പക്ഷെ 16 ഉള്ള ആളാണെന്നെങ്കിൽ, തടി കൂടുതലുള്ള ആളാണെങ്കിൽ ഇത് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുക. കേട്ടോ? അപ്പൊ എന്നാലും നമുക്ക് കൈ കിട്ടും. കൈ ഇങ്ങനെ ഈ സൈഡിൽ ജോയിൻ ചെയ്യുമ്പോൾ കൈ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി അഥവാ മെലിഞ്ഞൊരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ചും വെക്കുക. തുണിനെ സേവ് ചെയ്യാന്നാണ് ഇതിന് പറയാം. നമ്മൾ എത്രത്തോളം തുണിനെ സേവ് ചെയ്ത് ചെയ്യണ്ടോ അത്രത്തോളം നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. കാരണം ഭക്ഷണം പോലെയാണ് വസ്ത്രം, അത് വേസ്റ്റ് ആക്കാൻ പറ്റൂല. നമ്മൾ എപ്പോഴെങ്കിലും ആ ക്ലോത്ത് നമുക്ക് ആ ഒരു കട്ട് പീസ് നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ആണ്, ഇതിന്റെ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പീസും ഇതേപോലെ തന്നെ ചെയ്യാം. ഇത് കൈയാണ് കേട്ടോ, ഇത് കൈ. രണ്ടാമത്തെ പീസ് ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ പീസ് എടുത്ത്, ഓക്കെ, ഈ പീസ് എടുത്തിട്ട് ഇതേപോലെ ഇതും മടക്കുക. ഇതേപോലെ മടക്കിയിട്ട് ഉണ്ടോ, ഇതേപോലെ മടക്കിയിട്ട് ഇതും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതും കട്ട് ചെയ്തെടുത്ത്. പിന്നുള്ളത് ഇത് കൈ കേട്ടോ, ഇതും കൈയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ഈ വശത്തേക്ക് വെച്ചു. കണ്ടോ? ഈ വശത്തേക്ക് വെച്ചിട്ട് ഇതാണ് ഇതിന്റെ യോക്ക് പാർട്ട്. കാരണം ഇവിടെ ലേസ് ഉണ്ട്. ആ ലേസ് കാണിക്കാം. ഇതിന്റെ ലേസ് ആണ് കേട്ടോ. കണ്ടോ? ഈ ലേസ് ഫ്രണ്ട് പീസുമ വെച്ച് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം ഇതിന്റെ നെക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് ഏതാണോ അതുമേലാണ് ഇത് വരിക. ഇത് കൈക്ക് വരുന്നതാണ് കേട്ടോ. രണ്ടാമത്തത് ഞാൻ ഈ പീസ് കൊടുത്താണ്ട് ഇതിന്റെ മേലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഫ്രണ്ട് പീസ് ബാക്ക് പീസ് വ്യത്യാസമില്ല. ചിലതിൽ ഫ്രണ്ട് പീസിൽ ഈ വർക്കിൽ വ്യത്യാസം ഉണ്ടാവും. കണ്ടോ? ഇത് രണ്ടും സെയിം ആണ്. പക്ഷെ ചിലതിൽ ഫ്രണ്ട് പീസിൽ താഴ്ഭാഗത്ത് പ്രിന്റിൽ വ്യത്യാസം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് ഏതാ നോക്കിയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ചെയ്തു. ഇനി നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ആളെ ലെങ്ത് എത്രയും നോക്കാം.
ലെങ്ത്ത് 45 അപ്പൊ ഞാൻ 45 ഉണ്ടോ 45 പ്ലസ് 1.5 45 പ്ലസ് 1.5 46.5 ഇവിടെയാണ് മാർക്ക് ചെയ്യണത് കേട്ടോ. ഈ വേസ്റ്റ് ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊന്നും ക്ലോത്ത് കിട്ടൂല, ലെങ്ത്ത് കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നീറ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. 45 46.5 ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കണ്ടോ. മിക്ക ആളുകളും മാക്സിമം ലെങ്ത്താണ് പറയാറ്. ഇവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് കസ്റ്റമർതാട്ടോ, പിന്നെ 45 ഇഞ്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇതിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളത്. പിന്നെ ഇവരെ ഷോൾഡർ 7.5 വരുന്നത്. പിന്നെ ആം ഹോള് മാർക്ക് ചെയ്തു. ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഇവിടെ 7.5 ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി. ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഷേപ്പ് റൗണ്ട് മാർക്ക് ചെയ്തു. ഓപ്പണിൻ്റെ ലെങ്ത്ത് 22.5 റൗണ്ട് മാർക്ക് ചെയ്തു. തുമ്പുവശം മാർക്ക് ചെയ്തു. താഴ്ഭാഗത്തെ അടിലൂസ് മാർക്ക് ചെയ്തു. സ്കെയിൽ ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു കേട്ടോ. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് വന്നാൽ മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ തുണിനെ എങ്ങനെ നമ്മൾ സേവ് ചെയ്യണം, എങ്ങനെ മടക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. തുണി മടങ്ങി നിൽക്കരുത്. നമ്മളിവിടെ കുരനെ വച്ചിട്ട് കൊടുക്കുക. ഇത് ചെസ്റ്റും ഹിപ്പും പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇത് മടക്കണ ഭാഗം കേട്ടോ. നമ്മൾ ലൈനിങ് ആണ്. ലൈനിങ് കട്ട് ചെയ്യാൻ ഇതേപോലെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഒപ്പം വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല കുറച്ചുകൂടെ ക്ലോത്ത് ഇട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് പുറത്തേക്ക് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇതേപോലെ ഒരു 2 ഇഞ്ച് ഇതിനേക്കാളും 2 ഇഞ്ചോ 3 ഇഞ്ചോ മേലോട്ട് വെക്കുക കേട്ടോ. അങ്ങനെ ഇതായി. നെക്സ്റ്റ് നമ്മൾ കൈയാണ് നോക്കണത് കേട്ടോ.
കൈ 19 ഇഞ്ചാണ് ലെങ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ മടക്കുക, ഇത് ജോയിൻ്റ് ആക്കുക. മുകൾ ഭാഗം കണ്ടോ, മുകൾ വശം ഇവിടെ ജോയിൻ്റ് ആക്കുക ചെയ്യുക. ആദ്യം നമ്മൾ താഴ്ഭാഗത്ത് ക്ലിയർ ചെയ്യുക. അതിൻ്റെ മുമ്പ് ഇത് 19ഉം 1.5 1 മതി. അപ്പോൾ 19 1 20 ഇതിൽ മാർക്ക് ചെയ്യാണ് കേട്ടോ. അര ഇഞ്ച് ഇവിടെ നമ്മൾ ഇവിടെ വിട്ടു. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 9.25 മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് 3.25 മാർക്ക് ചെയ്തു. ഇവിടെ അര ഇഞ്ച് വിട്ടിട്ട് രണ്ടും ഒന്നിച്ചാണെന്ന് ഉറപ്പ് വരുത്തുക. താഴത്തെ പീസ് പോവരുത്, കറക്റ്റായിട്ട് രണ്ടാളും ഒന്നിച്ചുണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഇവിടെ അര ഇഞ്ച് വിട്ടിട്ട് ഒരു 14 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തുമ്പുമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാം. താഴ്ഭാഗത്തത് ഇതേപോലെ ഈ പീസും ചെയ്യാം. അപ്പോൾ കൈയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ താഴ്ഭാഗത്തെ പീസും മുകൾ ഭാഗത്തെ പീസും ഒരേപോലെയാണ്, ഒരേ പ്രിന്റ് വരുന്നത് ഒരേപോലെയാണ്. ഇതൊക്കെ നോക്കണം കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഇത് ഇതേപോലെ വെച്ചിട്ട് ഉണ്ടോ, ഇതേപോലെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അല്ലേ, ഭയങ്കര പ്രയാസമാണെന്ന് തോന്നിയ ഒരു സംഭവം വളരെ സിമ്പിളായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ ലൈനിങ്, അവർക്ക് ലൈനിങ് വേണമെന്ന് പറഞ്ഞിരിക്കണം കൈക്ക്. അപ്പോൾ ലൈനിങ് കിട്ടാൻ നമുക്ക് ഇതിന് ചിലപ്പോൾ പീസ് കൊടുക്കേണ്ടി വരും, വീതി കുറവാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക കണ്ടോ. എന്നിട്ട് കറക്റ്റ് കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കയ്യും കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പീസ് വെച്ചിട്ട് നെക്ക് ചെയ്യട്ടോ. ഫ്രണ്ട് പീസുമേൽ പീസ് വെച്ച് നെക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ എനിക്ക് ഇൻ്റെതെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കട്ട് ചെയ്യാൻ പേടിയാണ്, എനിക്ക് കട്ടിങ് ഒന്ന് പഠിപ്പിച്ചു തരുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വരുമാന മാർഗം വേണം, ഞാൻ ഒരുപാട് കാലം സ്റ്റിച്ചിങ് പഠിക്കണം എന്ന് ആഗ്രഹിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്ന് എനിക്കറിയാം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അങ്ങനെയൊക്കെ ആഗ്രഹിക്കും. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രയത്നിക്കാൻ ഓക്കെ ആണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. 500 രൂപ മാത്രം അടച്ചാൽ മതി. ഈ ഒരു ഓഫർ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം 500 രൂപക്ക് ഒരു വർഷം വരെ പഠിക്കാനുള്ള അവസരമാണ്. അതിൽ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പട്ടുപാവാട ബ്ലൗസ്, ക്രോപ്പ് ടോപ്പ്, സ്ലീവ്ലെസ്, പഫ് സ്ലീവ് ഇതൊക്കെ ഉൾപ്പെടും. പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂല ശരിക്കും. പക്ഷെ അതിൽ നോർമൽ പാൻറ്, പലാസോ, സ്ട്രൈറ്റ് പാൻറ്, പാട്ടിയാല, ചുരി ബോട്ടം, ഫ്ലയർ പാൻറ്, ഓപ്പണിലെ ടോപ്പ് ഇല്ലാത്ത ലൈനിങ് വെച്ചിട്ട് 3 പീസ് കട്ട്, കോളർ കുർത്തി, അനാർക്കലി, ആലിയ കട്ട്, വീനക്കോളർ എന്ന് വേണ്ട വാരിക്കോരി തരികയാണ്.
നൈറ്റിയിൽ 5 ഐറ്റമാണ്, ബ്ലൗസിൽ 3 ഐറ്റം, ഫ്രോക്കിൽ 3 ഐറ്റം. അപ്പോൾ ഒരു ലേഡിക്ക് ഒരു തൊഴിൽ മേഖല കണ്ടെത്താൻ സ്റ്റിച്ചിങ്ങിലൂടെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത് ധാരാളമാണ്. ഒരു ഷോപ്പ് വരെ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടിയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം എങ്ങനെയെന്നുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ 80 86 82 49 49 പറഞ്ഞ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കൂടാതെ പാൻറ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക് ആൻഡ് എംബ്രോയിഡറി, അഡ്വാൻസ്ഡ് ബ്ലൗസ്, അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ക്ലാസ് ആയ ലെഹങ്ക, കുർത്തി, വെസ്റ്റേൺ ടോപ്പുകളുടെ ക്ലാസ്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും മികച്ചതാണ് നമ്മൾ തരുന്നത്. താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യാം. കൂടാതെ നമ്മൾ അരീക്കോട് SBIന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ പുതിയ ഷോപ്പ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റംസാൻ കഴിയുന്നതോടുകൂടെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആർക്കാണോ താല്പര്യമുള്ളത് പഠിക്കാൻ അവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. 10 ദിവസമാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. 10 ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചുരിദാർ പഠിച്ചിരിക്കും. അത് നിങ്ങൾക്ക് മാത്രം ചെയ്യാനല്ല, നിങ്ങൾക്കും നിങ്ങളെ കുട്ടികൾക്കും ഇനിയിപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും വെച്ചിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഏത് ക്ലാസ്സാണോ നിങ്ങൾക്ക് വേണ്ടത്, ഓൺലൈൻ വേണമെങ്കിൽ 500 രൂപക്ക് ഒരു വർഷം വരെ, ഓഫ്ലൈൻ വേണമെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ഏതാണോ വേണ്ടത് നിങ്ങൾ ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. ഇത് നമ്മളെ ഈ സ്ഥാപനത്തിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഓഫർ മാത്രമാണ് കേട്ടോ. ഈ 10 ദിവസത്തെ ക്ലാസ് സ്റ്റാർട്ടിങ് ഓഫറാണ്, ഒരിക്കലും മിസ്സാക്കണ്ട. ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുത്ത് ഇൻഷാ അല്ലാ പഠിക്കാൻ തയ്യാറായിക്കോളി. ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡി ആവാൻ തയ്യാറാവുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.